സുബിത മോളുടെ സ്കൂളില് PTA മീറ്റിങ്ങിന് പോയിക്കുക. എത്താൻ പറ്റുമോന്ന് അറിയില്ലാന്ന് പറഞ്ഞു. ആരാണ്? സുബിത. ഓക്കെ. ഓ, അനില വന്നല്ലോ. യെസ്. അപ്പൊ സമയം കളയാണ്ട് നമുക്ക് ആരംഭിക്കാം അല്ലേ? യെസ് സർ. ഓക്കെ. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഈ ക്വസ്റ്റ്യൻ പറയാമോ മിന്നു? Find out adjectives in following sentence. An angry woman shouted. അത് കഴിഞ്ഞ് എത്ര ക്വസ്റ്റ്യൻ എഴുതിയത്? An angry woman shouted at us. ഓർമ്മ എഴുതിയോളൂ അല്ലേ? ഒരെണ്ണം എഴുതിയുള്ളൂ. യെസ്. രണ്ടാമത്തെ ചോദ്യം അതിനകത്ത് അടുത്ത ക്വസ്റ്റ്യൻ കേട്ടോ. സാർ ഒരു മിനിറ്റ്, സൗണ്ട് കേൾക്കുന്നില്ല. ആർക്കാണ്? മിന്നുവിന് കേൾക്കുന്നുണ്ടോ? മീനുവിന് കേൾക്കുന്നുണ്ടോ? യെസ് സർ. അപ്പൊ അനില ഒന്നുകൂടി ഓണാക്കി നോക്കിയൊക്കെ. ഇപ്പൊ എങ്ങനെയുണ്ട് അനില? നമുക്ക് തുടങ്ങാം. മിന്നു, അനില കേൾക്കാൻ പറ്റുന്നുണ്ടോ? എനിക്ക് കേൾക്കണ്ട്. അനിലക്ക് അനില റിയാക്ട് ചെയ്യുന്നില്ല. യെസ്. അപ്പൊ നമുക്ക് തുടങ്ങാം. എനിക്കോ? രമേശ് is a tall man. T-A-double-L. Tall man. Push. അതിന്റെ അടിയിൽ എഴുതിക്കോ A man, B tall, C രമേശ്. മിന്നു ആൻസർ പറഞ്ഞോളൂ. tall. കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. The third girl THARD. മിന്നുവിന് കേൾക്കാമോന്ന്? എനിക്ക് കേൾക്കണ്ട്. അനില അങ്ങോട്ട് പോയോ? എനിക്ക് കേൾക്കാനുണ്ട് സാർ. അനിലക്ക് ഇപ്പൊ എന്റെ ഫോണിന് എന്തെങ്കിലും ഇതായിരിക്കും. ഒന്നും കൂടെ ഒന്ന് ലെഫ്റ്റ് ആയിട്ടേ ഒന്ന് കേറി നോക്കട്ടെ. ശരി. ഞാൻ പറയുന്നത് കേൾക്കാൻ പറ്റുന്നുണ്ടോ? നോക്കട്ടെ, ഒന്നുകൂടെ കേറി നോക്കട്ടെ സാർ. മിന്നു എഴുതിക്കോ. The third girl in the row is the third girl in the row, ROW, is Mini, MINA. കേൾക്കാമോ അനില? ഇപ്പൊ കേൾക്കാം സാർ. ഓക്കെ. യെസ്. അപ്പൊ അടുത്തോട് എഴുതിയാ മതി കേട്ടോ. ഇതാണ് പോകട്ടെ. അടിയിൽ ABC എഴുതിക്കുക. A girl, B row, C third, THARD. തേർഡ് അല്ലേ സാർ? തേർഡ് ആണ്. വെരി ഗുഡ്. തേർഡ്. അനിലിനെ കണ്ട് കുറച്ച് ദിവസമായല്ലോ. സാറ് ഞാൻ കൊച്ചിനെ കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോയിക്കായിരുന്നു. ഓക്കെ. ഇപ്പൊ ഓക്കെ ആയോ? ഓക്കെ ആയിരുന്നു.
Yes, very good, very good, very good. Okay. അടുത്തത് Remini is a powerful 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 lady 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 അടിയിൽ ABC എഴുതിക്കോ A powerful B is C lady പറഞ്ഞോളൂ മിനു പവർഫുൾ ഓക്കെ കറക്റ്റ് ആണ് ഒരു ചോദ്യം കൂടി അതിനകത്ത് എഴുതിക്കോ they built 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 they built BUILT they built a strong 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 house 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 അടിയിൽ ABC എഴുതിക്കോട്ടെ A built B strong C house അനില പറഞ്ഞോളൂ സ്ട്രോങ് ആണ് വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ് ഇനി റോമൻ ലെറ്റർ 3 അല്ല റോമൻ ലെറ്റർ 3 ചോദ്യം എഴുതിക്കോ ഫൈൻഡ് ഔട്ട് adverbs 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 in the following sentences in the following sentences yes എഴുതിക്കോളൂ ചോദ്യം നമ്പർ 1 അതിന്റെ മൂന്നാമത്തെ റോമൻ ലെറ്ററിന്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ യു മസ്റ്റ് വർക്ക് WORK work hard HARD you must work hard yes and ABC എഴുതിക്കോളൂ A hard B U C work മിന്നു ഹാർഡ് സർ എ ഹാർഡ് കഠിനമായി അടുത്തത് she speaks 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 kindly 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 to others he speaks kindly to others അതായത് ABC A he B kindly C speaks 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 അനില kindly correct answer very good അടുത്തത് you must start 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 very early EIRLY and അടിയിൽ ABC A very early comma B must MUST
start. STIRT, start. Minnu? Very early ആണോ? Very early. Correct answer. Very good, very good, very good. അടുത്തത് usually US UA double LY. I eat my breakfast before BEFOR, before 8 EIGHT, 8. ABC, here you go. A, eat. B, breakfast. C, usually. നേരത്തെ ആൻസർ പറഞ്ഞ കാരണം മിന്നു അല്ലേ? അപ്പൊ അടിയില പറഞ്ഞു. Usually. Correct answer. Very good, very good. അടുത്തത് സാധാരണയായി നല്ലത് മീൻ ചെയ്യണേ. സാധാരണയായി. യെസ്, സാധാരണയായി കഴിക്കുന്നത്. കഴിക്കുക എന്നുള്ളതിന് പറയുന്നത് എങ്ങനെയാണ് കഴിക്കുന്നത്? സാധാരണയായിട്ട് കഴിക്കുന്നത്. യെസ്. അടുത്തത് ചിത്ര, CHITR, ചിത്ര must go there, THERE, there. No, NOW, no. Yes. ABC, A. Now, B. Chitra. C. Go. Yes. നേരത്തെ പറഞ്ഞാരാണ്? അയിലല്ലേ? ഇപ്പൊ മിന്നു പറഞ്ഞു. Now. No? Now ആണോ? Now. No. ഈ ചോദ്യം നോക്കുമ്പോൾ അതിനകത്ത് വല്ല സംശയം നിങ്ങൾക്ക് തോന്നി? മസ്റ്റ് ഗോ എന്ന് പറഞ്ഞപ്പോഴേ ഇതിന്റെ അകത്ത് രണ്ട് ആഡ്വർബുകളുണ്ട്. നൗവും ആഡ്വർബാണ്, എയറും ആഡ്വർബാണ്. രണ്ടെണ്ണമുണ്ട്. അപ്പൊ രണ്ടെണ്ണം ഉള്ളതിന്റെ പേരിലാണ് ആൻസറിൽ ഒരെണ്ണം കൊടുത്തത്. മനസ്സിലായ? ഓക്കെ. യെസ്. അടുത്തത് you must stay, STAY, stay here, HERE, here. അടിയിൽ ABC. A, here. B, stay, STAY. C, YOU. അടുത്ത ആരാന്ന് വെച്ചാൽ പറഞ്ഞോളൂ. ഹിയർ. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. കറക്റ്റ് ആണ്. അടുത്തത് the man cried, CRIED, cried bitterly, 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 after the accident, ACCIDENT, accident. അതിന്റെ അടിയിൽ ABC. A, the man. B, bitterly. C, accident. യെസ്, പറഞ്ഞോളൂ. അടുത്താണ് bitterly. bitterly. കറക്റ്റ് ആണ്. കഠിനമായി എന്ന അർത്ഥത്തിലാണ്. കറക്റ്റ്. അടുത്തത്
റോമൻ ലെറ്റർ 4 4 കൊടുക്കുക. റോമൻ ലെറ്റർ 4. റോമൻ ലെറ്റർ 4. And you go. Fill in the blanks. Fill in the blanks using correct 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 prepositions. Correct prepositions. Yes. There you go. Vimala goes, GOES, goes dash school every morning. Yes. And that is A, B, C. A, 2, T-O. B, on, C, 4, F-O-R. സാറേ എന്നിട്ടാ A, 2, T-O-2. Yes. അടുത്ത ആളാരാന്ന് വെച്ചാൽ പറഞ്ഞോളൂ. 2 അല്ലേന്നല്ല, 2 ആണ്. Yes. Okay. Very good. That's the question. I will reply, REPLY, reply to the letter dash Sunday. I will reply to the letter dash Sunday. A, B, C. Go. A, on, B, in, C, 4, F-O-R. പറഞ്ഞോളൂ മിന്നു. 4 ഒന്നുകൂടി ആലോചിച്ച് നോക്കൂ. ഇൻ സൺഡേ ഒന്നുകൂടി ആലോചിച്ച് ഓൺ മൺഡേ, ഓൺ ട്യൂസ്ഡേ ഒക്കെ ദിവസങ്ങളുടെ മുൻപ് എപ്പോഴും ഓണം വരുമോ കേട്ടോ. പറഞ്ഞു പോയില്ലേ? ഓക്കെ. ഓൺ സൺഡേ കേട്ടോ. അടുത്തത് the train left the station. The train left the station dash time, TIME, dash time. And it is A, B, C. Here you go. A, by BY. B, on, oil. C, from. B, on, oil. C, from. FR oil. പറഞ്ഞോളൂ. ഓൺ തന്നെയാണോ? ഓൺ തന്നെയാണോ എന്നല്ല, ഓൺ തന്നെയാണ്. ഓക്കെ. യെസ്. അടുത്തത് സുറുമി works, WORKS, works dash Bangalore. Surumi works dash Bangalore. Bangalore in the B capital. And that is A, B, C. A at
B. On. C. In. Minu. Surmi works at Bangalore. Yes. അനില എന്ത് തോന്നുന്നു? പറ്റി ഉറപ്പിച്ചോ? ഞാനത് ഇന്നാണ് പറയാൻ വന്നത്. ഇന്നാണ് കറക്റ്റ്. ശ്രദ്ധിക്കുക, ചെറിയ സ്ഥലമാണെങ്കിൽ, പരിചയമില്ലാത്ത സ്ഥലങ്ങളൊക്കെ ആണെങ്കിൽ, ചെറിയ സ്ഥലമാണെങ്കിൽ മാത്രമേ എന്ത് വരുള്ളൂ? അറ്റ് വരുള്ളൂ. മിന്നുവിന്റെ നാട് എവിടെയാണ്? തൃശ്ശൂര്. തൃശ്ശൂര്. തൃശ്ശൂർ എവിടെയാണ് താമസിക്കുന്നത്? ചേർപ്പ്, പെരുമ്പളിശ്ശേരി, പെരുവനമ്പലമൊക്കെ ഇല്ലേ? പെരുവനം. അപ്പൊ നമുക്ക് പറയാം, ഐ വാസ് ബോൺ അറ്റ് ചേർപ്പ് ഇൻ തൃശ്ശൂർ. ഞാൻ ആ ഉദ്ദേശത്തിലറ്റ് പറഞ്ഞത്. യെസ്, നോക്ക് ഇൻ തൃശ്ശൂർ എന്ന് പറഞ്ഞ പോലെ ഇവിടെ ബാംഗ്ലൂർ എന്ന് പറഞ്ഞാൽ ഒരു ഫേമസ് അറിയുന്ന സ്ഥലമല്ലേ, അത് ഇൻ വരും. യെസ്, ഇന്നാണ് കറക്റ്റ് കേട്ടോ. അടുത്തത്, വാട്ട് ആർ യു? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ആർ യു searching? SEARCHING. Searching dash dash question mark. What are you searching dash question mark? A B C. A for B to T-O to C in. പറഞ്ഞോളൂ അനില. അയ്യോ, ഞാൻ മ്യൂട്ടാക്കിക്കൊണ്ട് പറഞ്ഞോണ്ടിരുന്നത്. ചെറിയ കൺഫ്യൂഷൻ ഉണ്ട് സാർ. 2 ആണോ? 2 വെച്ചല്ലേ? മിന്നു എന്ത് വെച്ചു? 4 വെച്ചു. 4 ആണ് കറക്റ്റ്. നമുക്ക് സെന്റൻസ് ഒന്ന് കറക്റ്റ് ചെയ്യാം. ആ 4 വെച്ചുമ്പോൾ ഫോർ വാട്ട്, എന്തിനു വേണ്ടി യു ആർ സെർച്ചിങ് കേട്ടാ. ആ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ആ 4 കൊണ്ട് ലാസ്റ്റ് വെച്ചേക്കുന്നത്. വാട്ട് ആർ യു സെർച്ചിങ് ഫോർ, എന്തിനു വേണ്ടിയിട്ടാണ് നിങ്ങൾ സെർച്ച് ചെയ്യുന്നത്. അടുത്തത്, കിങ് ലിയർ. കെ ക്യാപിറ്റൽ ലെറ്റർ, എൽ ക്യാപിറ്റൽ ലെറ്റർ. കെ ആൻഡ് എൽ ക്യാപിറ്റൽ ലെറ്റർ. കിങ് ലിയർ, LEIR, was written WRITTEN, written dash Shakespeare. S capital letter, SHAKESPEARE. Shakespeare. ABC ആയിരിക്കോ? A by BY. B in IN. C to TO2. അടുത്ത ആളെന്ന് വെച്ചാൽ പറഞ്ഞോളൂ. ക്വസ്റ്റ്യൻ ഒന്നുകൂടി പറയോ? King Lear was written dash Shakespeare. ബൈ ആണോ സർ? ബൈ ആണ്, കറക്റ്റ് ആണ്. വാസ് റിട്ടൺ ബൈ, എഴുതുന്നതിന്റെ പേരിന് അങ്ങനെ വരുമ്പോൾ എഴുത്താരുടെ പേര് മുന്നിൽ ബൈ വരും. അടുത്ത ക്വസ്റ്റ്യൻ, I met the poet, POET, poet. You had told me dash. I met the poet. You had told me dash.
അടിയിൽ എ ബി സി എ 4 4 ബി about C after. Yes, പറഞ്ഞോളൂ. ആഫ്റ്റർ After. മിന്നു എന്ത് ചോദിച്ചു? ഒരു മിനിറ്റ് സാർ. അതെ. You had told me. About ആണോ സാർ? About ആണ് കറക്റ്റ്. അനില അത് ശ്രദ്ധിച്ചേ. I met, ഞാൻ കണ്ടുമുട്ടി. The poet, കവിയെ കണ്ടു. You had told me, നീ എന്നോട് ആരെ കുറിച്ചാണോ പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്നോട്, ആ പോയിന്റിനെ ഞാൻ കണ്ടു. കുറിച്ച് എന്ന് പറയുമ്പോൾ എബൌട്ട് ആണ് കറക്റ്റ്. അടുത്തത് റോമൻ ലെറ്റർ 5. കംപ്ലീറ്റ് COMPLET complete the sentence. Complete the sentence by putting PUTTING. Putting the verbs VERBs, verbs in bracket in correct tense, in correct tense form, FORM, in correct tense form. ഞാൻ ഒന്നുകൂടി പറയാം. Complete the sentence by putting the verb in bracket in correct tense form. Okay, അതില് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. Yes, if he were WER, he were a magician, MAGICIA, magician, he astonish, ASTONISH, astonish the audience, AUDIENC. ഒന്നുകൂടി പറയാം. If he were a magician, he astonished the audience. എന്നിട്ട് ആ അസ്റ്റോണിഷ് എന്നുള്ള വേർഡ് ബ്രാക്കറ്റിലിട്. ഓക്കെ, അതിന്റെ അടിയിൽ ABC എഴുതിക്കോ. A would astonish, would WOULD, would astonish. B will astonish, C would have astonished, ASTONISHED. Yes, പറഞ്ഞോളൂ. ഒന്ന് നോക്കട്ടെ, ആലോചിക്കട്ടെ. രണ്ടുപേരെ ആലോചിച്ചു. If you work, you will pass. If you worked, you would pass. If you had worked, you would. സാധനങ്ങൾ കരുതുന്നേ. വുഡ് ഹാവ് പറഞ്ഞാലാണ് അനില. ഓക്കെ, അവിടെ നിൽക്കട്ടെ, ഒന്നും കൂടി ആലോചിച്ചോട്ടാ. അസ്റ്റോണിഷിന്റെ മീനിങ് എന്താ? അത്ഭുതപ്പെടുത്തുക.
അവനൊരു മജീഷ്യൻ ആയിരുന്നെങ്കിൽ അവൻ ഓഡിയൻസിനെ അത്ഭുതപ്പെടുത്തിയത്. ഇതൊരു സംഭവം. വുഡ് അസ്റ്റോണിഷ് ആണോ സർ? ഗുഡ് സ്റ്റോറീസ് കറക്റ്റ് ആൻസർ. വെരി ഗുഡ്, വെരി ഗുഡ്. അനില, ഹാഡും വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഉണ്ടെങ്കിലാണ് വുഡ് ഹാവ് വരുള്ളൂ. ഇഫ് യു ഹാഡ് വർക്ക് യു വുഡ് ഹാവ് പാസ്ഡ്. കേട്ടോ, ഹാഡും വേണം, വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഉണ്ടെങ്കിലാണ് അപ്പുറത്ത് വുഡ് ഹാവ് വരുള്ളൂ. അത് ഓർമ്മയുണ്ടാവണം. ഇവിടെ ഈസ്, ആം, ആറ് അത് മൂന്നും പ്രസന്റ് ആണ്. അതിന്റെ വെറും പാസ്റ്റ് ടെൻസ് ആണ് വാസും വേറും. അപ്പൊ ഇവിടെ വേർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പ്രസന്റ് ടെൻസ് ആണ്. അതുകൊണ്ടാണ് അവിടെ എന്ത് വന്നത്, വുഡ് വന്നത്. സുവിധ, സാർ മോളുടെ സ്കൂളിലെ പേരന്റ്സ് മീറ്റിംഗ് ആയിരുന്നു, അപ്പൊ അതിന് പോയിട്ട് ഇപ്പൊ വന്നിട്ടുള്ളൂ. ഞാൻ അതങ്ങനെ ചോദിക്കാൻ പോയുള്ളൂ. സ്കൂളിൽ പോയി വന്നോ ചോദിക്കാൻ പോയിരുന്നു. യെസ്, അപ്പൊ എന്റെ ഒരു സസ്പെൻസ് കളഞ്ഞില്ലേ. അപ്പൊ ഇന്ന് ഏഷ്യാനെറ്റ് ന്യൂസിൽ പറയുന്നുണ്ടായിരുന്നു സുബിത് സ്കൂളിൽ പോകുന്ന പറയുന്നുണ്ടായിരുന്നേ. അല്ല, ഞാൻ മിന്നുവിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു സാർ. പിന്നെ ഒരു 19 ഇന്ന് സുബിതയുടെ വെഡിങ് ആനിവേഴ്സറി ആണ്. അതെ. ഓ സുബിത, സുസ്ഥിരമായ ദാമ്പത്യ ജീവിതത്തിന്റെ എത്ര വർഷങ്ങൾ? 16. 16 വർഷങ്ങൾ. അപ്പൊ സുബിതയ്ക്കും സുബിതയുടെ ഭർത്താവിനും സ്നേഹനിർഭരമായ വിവാഹ മംഗളാശംസകൾ നേരുകയാണ്. താങ്ക് യു സാർ. പിന്നീട് ഞങ്ങളുടെയും എല്ലാവിധ ആശംസകളും. ഓക്കെ, താങ്ക് യു. താങ്ക് യു. യെസ്, അതൊക്കെ ഒന്ന് ഓർക്കുക. അത് നാണം കുടുങ്ങി നിന്നത്, പേടിച്ച് നിന്നതൊക്കെ ഒന്ന് ഓർക്കുക. യെസ്, അപ്പൊ ഇപ്പൊ തോന്നുന്നു എന്തിനായിരുന്നു നാണിച്ചൊക്കെ നിന്നത് എന്നൊക്കെ തോന്നുന്നു അല്ലേ. മര്യാദക്കെന്ന് അഭിനയിച്ചിരുന്നെങ്കിൽ ആ മറ്റേ ഫോട്ടോയിലൊക്കെ നല്ല അടിപൊളി ഫോട്ടോ കിട്ടിയത്. പിന്നീട് കണ്ടപ്പോൾ തോന്നിയത് ഇത് ഒന്നും കൂടി ഒന്ന് ഭംഗിയാക്കി അഭിനയിക്കായിരുന്നു അല്ലെ സുബിത? അങ്ങനെ തോന്നിയില്ലേ? അങ്ങനെ തോന്നി സാർ. കല്യാണം കഴിഞ്ഞ് പിന്നെ ഒരാഴ്ച കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കുമല്ല നമുക്ക് ഈ ആൽബമൊക്കെ കിട്ടുന്നത്. അപ്പൊ അത് കാണുമ്പോൾ തോന്നുന്നു ഒന്നും കൂടി ഒന്ന് അഭിനയിക്കായിരുന്നു തോന്നുന്നു. അല്ല, നമ്മൾ കല്യാണം കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരില്ലേ ഹസ്ബൻഡിന്റെ വീട്ടിക്ക്, അപ്പൊ അച്ഛൻ ഇങ്ങനെ കൈ പിടിച്ചു കൊടുക്കുമ്പോ കരയണത് കാണുമ്പോ ഇപ്പോഴും അത് കാണുമ്പോ കരച്ചിൽ വരും. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പൊ സുബിത, ഞങ്ങളിവിടെ ബ്രാക്കറ്റില് കറക്റ്റ് ടെൻസ് കൊടുത്തിട്ട് മിസ്സായിട്ടുള്ള ടെൻസ് കൊടുത്തിട്ട് കറക്റ്റ് ചെയ്യാൻ സംഗതി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിന്റെ ഒരു ചോദ്യം നമ്മൾ ചെയ്തു. അടുത്ത ക്വസ്റ്റ്യൻ എഴുതിക്കോട്ടെ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എഴുതിക്കോ. If I had won, WON, won the first prize, PRIZE, first prize in the lottery, I buy, BUY, buy a new car, എന്നൂടി പറയാം. If I had won the first prize in the lottery, I buy a new car. ഇതിന്റെ അകത്ത് ആ ബൈ എന്ന് പറയുന്ന വേർഡ് ബ്രാക്കറ്റ് ബൈ. ഓക്കെ, അടിയിൽ ABC എഴുതിക്കോ. എ can buy, CAN, can buy, BUY. B would have, WOULD, would have bought, 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 would have bought. C would, WOULD, would bought, BOUGHT, would bought. ഓക്കെ, 3 പേരും പൂരിപ്പിച്ചു കേട്ടോ. 3 പേര് ആൻസർ പറഞ്ഞു, ആലോചിച്ച് നോക്കിയിട്ട്.
ഓക്കെ, മിന്നു പിന്നെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അനില ക്യാൻ. ഓക്കെ, സുബിത വുഡ് ഹാവ് ബോട്ട് ആണോ സർ? വുഡ് ഹാവ് ബോട്ട്. മിന്നു ഞാൻ ഏതാണ് ശരിയെന്ന് പറയുന്നില്ല, നമുക്ക് മിന്നുവിനോട് കഴിഞ്ഞിട്ട് പറയാം. വുഡ് ഹാവ് ബോട്ട് തന്നെയാ സാറ്. ബോട്ട്. അനില തൊട്ട് മുമ്പ് ഞാൻ പറഞ്ഞ ഒരു കാര്യം പറഞ്ഞ ഹാഡും വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിളും ഉണ്ടെങ്കിൽ ആ വുഡ് ഹാവ് എന്നുള്ളത് പറഞ്ഞില്ലേ. നോക്കിയേ, ഹാഡ് വൺ ഇവിടെ വന്നിട്ടില്ലേ? അപ്പൊ അനില അതൊക്കെ മറന്നുപോയി. ഹാഡും വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിളും ഉണ്ട്. അപ്പൊ അപ്പുറത്ത് എന്ത് വരും? വുഡ് ഹാവ് വരും. യെസ്, ഇഫ് യു ഹാഡ് വർക്ക്ഡ് യു വുഡ് ഹാവ് പാസ്ഡ്. പഴയതൊന്നും മറിച്ച് നോക്കിയാൽ മതി, അപ്പൊ അത് ഓർമ്മ വരും. ഓക്കെ, അടുത്തത് ഇഫ് ഐ ഗെറ്റ് reservation I start today itself. ഒന്നുകൂടി പറയാം. If I get reservation I start today itself. എന്നിട്ട് ആ സ്റ്റാർട്ട് എന്നുള്ളത് ബ്രാക്കറ്റ് സ്റ്റാർട്ട്. ഓക്കെ, and A B C എഴുതിക്കോ. A will started B will be start C will start. ഒന്നുകൂടി പറയാം. A will started, B will be start, C will start. മൂന്ന് പേരും വേഗം ആൻസർ ടിക്ക് ചെയ്തോളൂ. പിന്നീട് കിട്ടിയോ? വിൽ സ്റ്റാർട്ട് ആണോ? വിൽ സ്റ്റാർട്ട്. അനിലക്കോ? I will start എങ്ങനെയാ പറയാ? വിൽ സ്റ്റാർട്ട് തന്നെ. സുബിതക്കോ? I will start. I will start is a correct answer. Very good, very good. മൂന്ന് പേർക്ക് 2 പോയിന്റ് വെച്ച് കിട്ടിയിട്ടുണ്ട്. വിൽ സ്റ്റാർട്ട് ആണ് കറക്റ്റ്. അടുത്തത് if I were WERE I were you YOU. If I were you I consult 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 a doctor. If I were you I consult a doctor. അതിന്റെ അടിയിൽ ABC എഴുതിയോ? A would consult എന്നുള്ള പേര് ബ്രാക്കറ്റ് കൊടുക്കണ്ട. ഞാൻ പറയാൻ വിട്ടുപോയി തോന്നുന്നത്. ഇഫ് ഐ വെർ യു ഐ കൺസൾട്ട് എ ഡോക്ടർ. കൺസൾട്ട് ബ്രാക്കറ്റ് കൊടുക്കാം. എന്നിട്ട് ABC. എയില് വുഡ് കൺസൾട്ട്, ബി വിൽ കൺസൾട്ട്. സാർ ബ്രാക്കറ്റിൽ ഒന്നും പറയോ? വുഡോ? വുഡ് കൺസൾട്ട് ABC പറഞ്ഞ ABC. ആദ്യത്തെ എ വുഡ് കൺസൾട്ട്, B will consult, C shall consult. എന്താ ക്യാനോ? shall SHALL shall. Yes, മൂന്ന് പേര് പൂരിപ്പിച്ചോളൂ. നിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ ഞാൻ ഡോക്ടറെ കൺസൾട്ട് ചെയ്തേരെ എന്നുള്ള സംഭവം. ഐ വുഡ് കൺസൾട്ട്. അനില? വുഡ്. സുബിത?
ഐ വുഡ് തന്നെ എഴുതിയേക്കണം. ഇത് തന്നെയാണ് കറക്റ്റ് ആൻസർ. 2 മാർക്ക് കിട്ടിയിരിക്കുന്നു. അടുത്തത് if it rain 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 we will stay inside. INSIDE. We will stay inside. നമുക്ക് വായിക്കാം. If it rain, we will stay inside. മഴ പെയ്യുകയാണെങ്കിൽ നമ്മൾ വീട്ടിനകത്തിരിക്കും. യെസ്. അതില് ആ റെയിൻ എന്നുള്ള വേർഡ് ബ്രാക്കറ്റ് ഉണ്ട്. അതിന്റെ അടിയിൽ ABC കൊടുക്കുക. ABC. A. Rains. 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 B. Rained. 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 C. Had rained. Had rained. RAINED. Yes. പൂരിപ്പിച്ചോ. റെയിൻസ് അല്ലേ സർ? റെയിൻസ്. അനില? ഞാൻ പറയാൻ വന്ന ഹാർഡ് റീഡ്. അനിയുടെ അഭിപ്രായം ഞാൻ മിന്നു പറഞ്ഞത് ശരിയാണോ തെറ്റാണെന്ന് പറഞ്ഞിട്ടില്ല. റെയിൻസ്. സുബിത? റെയിൻസ് ആണ് എഴുതിയേക്കുന്നത് സർ. നിങ്ങൾക്ക് 3 പേർക്കും അത് തന്നെയാണ്. പിന്നെ ഞാനായിട്ട് എന്താ ഇതിന് പറയണത്? കറക്റ്റ് ആണ്. യെസ്. അപ്പൊ നമ്മുടെ ശുഭ ജിഷ്ണു ഒക്കെ വൈകുന്നേരം കാണുമായിരിക്കും അല്ലേ? ക്ലാസ് ഒക്കെ അല്ലേ സുബിത? ശുഭക്ക് ടീച്ചിങ് പ്രാക്ടീസിന് പോയിക്കല്ലേ? വൈകുന്നേരം കണ്ടോളൂ. ക്വസ്റ്റ്യൻ ഒക്കെ നോക്കിക്കോളൂ. അതുപോലെ തന്നെ ജിസ്നെ, ലിജി. ഓക്കെ. അളകയും പോയിക്കാണ്. അളക. ഓക്കെ 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 ഓക്കെ. യെസ്. അത് എക്സാമിന് വരുന്ന മോഡൽ ക്വസ്റ്റ്യൻസ്. അപ്പോ ഈ മറ്റേ ഇതിന്റെ പെരുന്നാളൊക്കെ വരുന്നതുകൊണ്ട് ഈ മാസം തന്നെ ഫിനിഷ് ചെയ്യണമെന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോ നമുക്ക് ഇനി ഒരു 2-3 ക്ലാസ് ഉണ്ടെങ്കിൽ നമുക്ക് ഫിനിഷ് ചെയ്യാം. ഓക്കെ. സാർ ശുഭ ഇംഗ്ലീഷ് ഗ്രാമർ എടുക്കാനാണ്. ആൾക്ക് പോയപ്പോ സാർ ചോദിച്ചു ഇംഗ്ലീഷ് ഗ്രാമർ എടുക്കാൻ പറ്റിയ 7ാം ക്ലാസ് എടുക്കുന്നു. അപ്പൊ ആന്ന് പറഞ്ഞു ഇംഗ്ലീഷ് ഗ്രാമർ എടുക്കണം പറഞ്ഞു. യെസ്. ആരോട്? നമ്മുടെ ശുഭനോടാ? ശുഭോട്. 5, 6, 7 ഗ്രാമറും സ്പോക്കൺ ഇംഗ്ലീഷും. ശുഭ തകർക്കും. അതൊന്നും കുഴപ്പമൊന്നുമില്ല. യെസ്. ഈനോടത്ത് ശുഭ രക്ഷപ്പെട്ടു പോലും. ഓക്കെ ഓക്കെ ഓക്കെ. അതിനുള്ള കപ്പാസിറ്റി ഒക്കെ ഉണ്ട്. കേട്ടോ? തകർത്തോളൂ. പിന്നെ ഇനിയിപ്പോ അവിടെ കുറച്ചാൾ കഴിയുമ്പോൾ വീണ്ടും മുന്നിൽ ഒരു ബോർഡ് വെക്കാം. ക്യാമറ ക്ലാസ് എടുക്കുന്നതാണ്. ആഴ്ചയിൽ 2 ദിവസം മതി. ഒരു കുട്ടിയുടെ ഒരു 500 രൂപ വെച്ച് മേടിച്ചാൽ മതി. ഒരു 10 കുട്ടികളെ കിട്ടിക്കഴിഞ്ഞാൽ 5000 രൂപയായില്ലേ? അപ്പൊ ശുഭക്ക് പെട്രോൾ അടിക്കാൻ പൈസയായി. നിങ്ങള് മക്കളെ പഠിച്ചിട്ട് നിങ്ങൾ വീടിന് മുന്നിൽ ബോർഡ് വെക്കുക. ചെറായിലൊക്കെ ഒരു ബോർഡ് വെക്കണ്ടേ അല്ലേ? യെസ്. എന്നിട്ട് തകർക്കോ. ഒരുപാട് പിള്ളേരുടെ അച്ഛനും അമ്മമാരൊക്കെ ഇങ്ങനെ ആഗ്രഹിച്ചു നന്നായിട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റിയ ഒരാള് അല്ലെങ്കിൽ എവിടുന്ന് കിട്ടും. പരീക്ഷയ്ക്ക് പഠിക്കാനല്ല, ഇതൊരു 2 സെന്റൻസ് എഴുതാനായിട്ട് പറ്റണ്ടേ? അങ്ങനെയൊക്കെ പറയാൻ പറ്റുന്ന ആളെ അവിടെ കിട്ടുമെന്നൊക്കെ അന്വേഷിക്കപ്പെടുന്നത്. ആ സമയത്ത് എനിക്ക് എന്റെ കൂടെ പോകുന്നത് ആദ്യം ഞാൻ ട്യൂഷൻ എടുക്കുമ്പോഴേ അവരുടെ പാഠത്തിലുള്ള ഗ്രാമർ എടുത്തു കൊടുക്കുക അങ്ങനെ ചെയ്തിട്ടുണ്ട്. ടെൻസ് മുഴുവനായിട്ട് അങ്ങനെ എടുത്തു കൊടുക്കാൻ എനിക്ക് അതിനുള്ള കോൺഫിഡൻസ് ഉണ്ടായിരുന്നില്ലേ. അപ്പൊ സാറിന്റെ ക്ലാസ്സിൽ ആ ടെൻസോളൊക്കെ എടുത്തു കഴിഞ്ഞപ്പോ ഞാൻ അവർക്ക് 3 ക്ലാസ് ടെൻസിന്റെ മാത്രമായിട്ട് 3 ക്ലാസ് എടുത്തു കൊടുത്തു. പിന്നെ പാസീവ് വോയിസും ആക്റ്റീവ് വോയിസും എടുത്തു കൊടുത്തു. അപ്പൊ സുബിത വലിയ ഗ്രാമർ ടീച്ചറൊക്കെ ആവുമ്പോ ഓർക്കും, ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചാണ് അല്ലേ?
അല്ലെങ്കിൽ എനിക്കൊരു ഇൻസ്പിറേഷൻ തന്ന ഒരാൾ എന്ന് പറയില്ലേ, അത് മതി. ഓക്കെ 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 വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. യെസ്, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആയിരിക്കും. വിജി would pass the examination. Viji would pass the examination, comma, if she work work hard, hard. ഒന്നുകൂടി പറയാം. Viji would pass the examination if she work hard. ആ വർക്ക് എന്നുള്ളത് ബ്രാക്കറ്റില്ല. യെസ്, അല്ല ഇതിലോ എ ഹാഡ് വർക്ക്, ബി വർക്ക്ഡ്, WORKED, വർക്ക്ഡ്, സി വുഡ് വർക്ക്ഡ്, WORKED, വുഡ് വർക്ക്. യെസ്, പൂരിപ്പിച്ചോളൂ. ഈ പ്രാവശ്യം ആദ്യം അനില പറഞ്ഞോട്ടാ. അനിലക്ക് ആദ്യം പറയാൻ പറ്റുന്നില്ല എന്നുള്ളൊരു വിഷമമുണ്ട്. വുഡ് വർക്ക്ഡ് ആണ്. വുഡ് വർക്ക്ഡ് അവിടെ നിൽക്കട്ടെ. സുബിത മിന്നു പറഞ്ഞോളൂ. ആണോ? She worked സുബിത hard. സുബിത വർക്ക്ഡ് ഹാർഡ്. ഓക്കെ, അനില നോക്കിയേ, വുഡ് പാസ് അവിടെ അത് കൊടുത്തിട്ടുണ്ട്. വുഡ് വരണമെങ്കിൽ അപ്പുറത്ത് പാസ്റ്റ് ടെൻസ് വരണം. വില്ലാണ് ഇവിടെ വന്നിരിക്കണമെങ്കിൽ അപ്പുറത്ത് പ്രസന്റ് ടെൻസ് ആയിരിക്കും. വുഡ് ഇവിടെ വരികയാണെങ്കിൽ അപ്പുറത്ത് എന്തായിരിക്കും? പാസ്റ്റ് ടെൻസ് ആയിരിക്കും. ഇതിന്റെ അകത്ത് വർക്ക് എന്നുള്ള പാസ്റ്റ് ടെൻസ്, വർക്ക് ആണ് കറക്റ്റ് ആൻസർ, WORKED. അടുത്തത് റോമൻ ലെറ്റർ 6 എഴുതുക. റോമൻ ലെറ്റർ 6 നേരെ എഴുതുക. fill in the blanks using correct 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 question 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 tag TAG using correct. ഓക്കെ, അതില് ആദ്യത്തെ ചോദ്യം, they are angry, 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 comma, dash, question mark. They are angry, comma, dash, question mark. അതിന്റെ ഇടയിൽ ABC എഴുതിക്കോളൂ. എ aren't they, AREN''T, aren't they. B are they. C will they. സുബിത പറഞ്ഞാൽ മതി ആൻസർ. ഒരു സമയം എടുത്തു നോക്കിട്ട് മതി. aren't they, are they, will they. സാർ ഞാൻ ക്വസ്റ്റ്യൻ കേട്ടിട്ടുണ്ടായിരുന്നില്ല. They have angry, അതാണോ ക്വസ്റ്റ്യൻ? They are angry, ANGRY, aren't they. കറക്റ്റ് ആൻസർ. വെരി ഗുഡ് വെരി ഗുഡ്. അടുത്തതിന്റെ ആൻസർ മിന്നോട് പറയേണ്ടത് ഇരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ, let us have a cup of tea, TEA, comma, dash, question mark.
ഒന്നുകൂടി പറയാം. Let us have a cup of tea. A, B, C. Here you go. A. Shall we? B. സാർ ഒന്നുകൂടി പറയൂ. എ Shall we? SHA shall we? അടുത്തത് B. Shall us? Shall us? C. Let us. Let us. ഷാൾ വി. Shall we? Correct answer. Very good. Anila, അടുത്ത ആൻസർ അഞ്ചില പറഞ്ഞു കേട്ടോ. എഴുതിക്കോ. He is not playing. PLAYING. He is not playing, comma, dash, question mark. Yes. എന്നിട്ട് A, B, C എഴുതിക്കോ. A. Isn't he? ISN apostrophe T. Isn't he? B. Is he? C. Was he? ലീല, സാർ ഓപ്ഷൻ എ ആണോ? ഓപ്ഷൻ എ ആണോ? ഓപ്ഷൻ എ ഒന്നുകൂടി നോക്കിയാലില്ല. Is not playing. Was he? വേറെ പഠിപ്പിക്കാനുള്ള പോടെ അനില. തന്നിരിക്കുന്ന വാചകം പോസിറ്റീവ് ആണെങ്കിൽ ടാഗ് നെഗറ്റീവും, തന്നിരിക്കുന്ന വാചകം നെഗറ്റീവ് ആണെങ്കിൽ ടാഗ് പോസിറ്റീവും. ഇങ്ങനെ ആലോചിച്ചു. രണ്ടെണ്ണം പറഞ്ഞ് അത് ശരിയായില്ല എന്ന് പോയപ്പോ പിന്നെ പറ്റുന്നല്ലേ അല്ലേ? ഈസി കേട്ടോ. നോക്കി അതൊന്ന് പറിച്ചിട്ട് നോക്കിയാൽ മതി, അപ്പൊ പിടികിട്ടും. ഈസി നോക്കിയാ നോട്ട് പ്ലേയിങ് എന്നല്ല പറഞ്ഞേക്കണം. അപ്പൊ നെഗറ്റീവ് അല്ലേ? നെഗറ്റീവ് ആവുമ്പോ ടാഗ് പോസിറ്റീവ് ആവണ്ടേ? അപ്പോ ടാഗിന്റെ അകത്ത് നോട്ട് വേണ്ട. ഈസി. ഓക്കെ, ബാക്കി ശരിയാണെന്ന് വിശ്വസിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ. സുബിത പറയണേ. They don't DON apostrophe T. Don't like LIKE, like milk, 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 comma, dash, question mark. They don't like milk, comma, dash, question mark. And that is A, B, C. Here you go. A. Don't they B. Did they? C. Do they? Do they? Do they? It's a correct answer. Very good. അടുത്ത ചോദ്യം. അടുത്തതിന് മുന്നേ പറയണേ. She cries, CRIES, cries for help, 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 comma, dash, question mark. She cries for help, comma, dash, question mark. അതിന്റെ അടിയിൽ A, B, C എഴുതിക്കോ. A. Doesn't she? DOESN apostrophe T. Doesn't she? B. Don't she? DON apostrophe T. Don't she? C. Didn't she?
Didn't she? Doesn't she? Doesn't she? It's the correct answer. Very good, very good, very good. അടുത്തത് അനിലക്കാണ്. I am expecting ESPECTING. I am expecting you. I am expecting you. Comma, dash, question mark. ABC. A. Am I? B. Aren't I? C. C. Amn't I? Am I? തന്നിരിക്കുന്ന വാചകം നെഗറ്റീവ് ആണ് പോസിറ്റീവ് ആണ്? ഐ ആം എക്സ്പെക്ടിങ് യു എന്ന് പറയുമ്പോ അനില പോസിറ്റീവ് അല്ലേ? Positive. നെഗറ്റീവ് ആയിരിക്കണ്ടേ ടാഗ്? അപ്പൊ ഒരു നോട്ട് ചേർക്കണ്ടേ? ആശുപത്രി ഒക്കെ ആയി കഴിഞ്ഞപ്പോ ഇയാൾക്ക് മറന്നുപോയി. ഒന്ന് പൊടിയൊക്കെ എടുത്താൽ മതി കേട്ടോ. ഓക്കെ, അപ്പൊ നോട്ട് ചേർക്കണം. ഈ പറഞ്ഞോളൂ, ഏത് വരും അപ്പൊ? സാർ മറ്റേ സി ഒന്ന് പറഞ്ഞുതരോ? ഓപ്ഷൻ സി. സി. ആമിന്റെ AMN'. ആമിന്റെ യെസ്, പറഞ്ഞോളൂ സുബിത. സുബിത, സാർ ഈ ക്വസ്റ്റ്യൻ ഐ ആം എക്സ്പെക്ടിങ് യു അതിന്റെ ആൻസർ ആണോ? അതെ അതെ അതെ. ആമിന്റെ ആമിന്റെ മിന്നു. ആറിന്റെ എന്നാ ഞാൻ എഴുതിക്കണേ. ആറിന്റെ ആണ്. ആമിന്റെ എന്ന് പറഞ്ഞൊരു വേടില്ല. ആമിന്റെ എവിടെയൊക്കെ എഴുതേണ്ടി വരും അവിടെയൊക്കെ ആറിന്റെ എഴുതണം നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്. യെസ് മക്കളെ, ആ എക്സെപ്ഷൻസ് ഉള്ളതൊക്കെ പരീക്ഷയ്ക്ക് വരുവാണ്. എപ്പോഴും എളുപ്പമായിട്ടുള്ളത് നോക്കല്ലേ. അപ്പൊ അതുകൊണ്ട് ശ്രദ്ധിച്ചേക്കാം. ഓക്കെ, നോ പ്രോബ്ലം. അപ്പൊ സമയമായി. അടുത്ത ക്ലാസ്സോടെ എന്റെ പേര് പോവുകയാണ്. സോ അടുത്ത ക്ലാസ്സിൽ പിന്നത്തെ ക്ലാസ്സിലോട്ട് നമുക്ക് കാണാം. സോ വിഷ് ഓൾ ദി ബെസ്റ്റ്. We will meet in the next class. Okay, bye. Thank you, sir. താങ്ക് യു സർ. Okay.